ഹോർമുസ് കടലിടുക്കിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തെയും അമേരിക്കൻ ഉപരോധത്തെയും വകവയ്ക്കാതെ ഇന്ത്യൻ കരുത്തിന്റെ പ്രതീകമായി സർവശക്തി കുതിക്കുന്നു. ആഗോള ഇന്ധന വിപണിയും നയതന്ത്ര ബന്ധങ്ങളെയും മുൾമുനയിൽ നിർത്തുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ 45,000 ടൺ LGPയുമായി ഇന്ത്യൻ സൂപ്പർ ടാങ്ക് വിജയകരമായി കടന്നുപോയത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ യാത്ര കേവലം ഒരു ചരക്ക് നീക്കം മാത്രമല്ല, മറിച്ച് സങ്കീർണമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഉറച്ച നിലപാടിന്റെ വിളംബരം കൂടിയാണ്. ശനിയാഴ്ച പുലർച്ചോടെയാണ് അതീവ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന മേഖലയിലൂടെ സർവശക്തി തന്റെ യാത്ര പൂർത്തിയാക്കിയത്. മറൈൻ ട്രാഫിക് .comൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ പ്രകാരം മാർച്ച് 3-ന് UAE നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചത്. എന്നാൽ പശ്ചിമേഷ്യയിൽ പെട്ടെന്നുണ്ടായ സംഘർഷാവസ്ഥ കപ്പലിന്റെ സഞ്ചാരത്തെ പ്രതികൂലമായി ബാധിച്ചു. ആഴ്ചകളോളം പേർഷ്യൻ ഉൾക്കടലിലെ സുരക്ഷിതമല്ലാത്ത മേഖലയിൽ കപ്പലിന് നങ്കൂരമിടേണ്ടി വന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മേഖലയിൽ യുദ്ധപ്രതീതി പടർന്നിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കൻ നാവികസേന ഹോർമുസ് കടലിടുക്കിൽ കർശനമായ ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ പല രാജ്യങ്ങളുടെയും ചരക്ക് കപ്പലുകൾ യാത്ര ഉപേക്ഷിക്കുകയോ പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയോ ചെയ്തു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തങ്ങളുടെ ചരക്ക് നീക്കവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വീടുകളിലെ അടുക്കളയിലേക്ക് ആവശ്യമായ LPG എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് സർവശക്തിക്ക് ഉണ്ടായിരുന്നത്. അമേരിക്കൻ ഉപരോധം നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ കപ്പൽ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്ത് കടലിടുക്ക് കടക്കുന്നത്. ആഗോള ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യക്കുള്ള നിർണായക സ്വാധീനം ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ നീക്കം. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഒരു വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ല സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയാണ്. ആഗോളതലത്തിൽ വിനിമയം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടം ഉപരോധിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ കടലിടുക്കിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സമയത്ത് സൈനിക ഭീഷണികളെ വകവയ്ക്കാതെ സർവശക്തി നടത്തിയ സഞ്ചാരം ഇന്ത്യൻ നാവികരുടെ ധീരതയുടെ കൂടി അടയാളമാണ്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ഭീഷണികളും മേഖലയിൽ നിത്യസംഭവമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും തങ്ങളുടെ കപ്പലുകൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്ന കാരണത്താൽ ഹോർമുസിലേക്ക് വിടാൻ മടിക്കുമ്പോഴാണ് ഇന്ത്യയുടെ കരുത്തുറ്റ തീരുമാനം. സംഘർഷാവസ്ഥ കാരണം കടലിടുക്കിൽ കുടുങ്ങിക്കിടന്നിരുന്ന കപ്പലുകൾക്ക് സർവശക്തിയുടെ വിഷയം ഒരു വലിയ പ്രചോദനമായി മാറിയിട്ടുണ്ട്. US ഇറാൻ പോര് മുറുകുന്നതിനിടയിൽ ഇന്ത്യ ഇരുപക്ഷത്തോടും പുലർത്തുന്ന സമദൂര നയവും ഈ യാത്രയ്ക്ക് തുണയായിട്ടുണ്ടാകാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനുമായി ഇന്ത്യക്കുള്ള ദീർഘകാല സൗഹൃദവും അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാകുന്നു. 45,000 ടൺ LPG കൃത്യസമയത്ത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം തടയാൻ സഹായിക്കും. ഊർജ്ജ ഇറക്കുമതിക്കായി മറ്റു വഴികൾ തേടുമ്പോൾ ഉണ്ടാകുന്ന അമിത ചിലവ് ഒഴിവാക്കാൻ ഈ ധീരമായ നീക്കം IOCയെ സഹായിച്ചു. സർവശക്തി കടലിടുക്ക് പിന്നിട്ടെങ്കിലും മേഖലയിലെ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇനിയും നിരവധി കപ്പലുകൾ പേർഷ്യൻ ഉൾക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ കർശന നിരീക്ഷണവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും ഗതാഗതത്തെ ഇനിയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ സമാധാനപരമായ ചരക്ക് നീക്കം അസാധ്യമാകുന്നു എന്ന പരാതി ആഗോള കപ്പൽ ഗതാഗത രംഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയെ പോലൊരു വലിയൊരു വിപണിയിലുള്ള രാജ്യം തങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നത് ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി മേഖലയിൽ അതീവ ജാഗ്രത തുടരും. സർവശക്തിയുടെ ഈ യാത്ര വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾക്ക് ധൈര്യം നൽകുമോ അതോ ഉപരോധം കൂടുതൽ കർശനമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും സർവശക്തി അതിന്റെ പേര് അനർത്ഥമാക്കും വിധം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ്.